മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. ഫിലിപ്പിന്റെ ഞാൻ തുറക്കൂലേ വേറൊന്നും കൊണ്ടല്ലേ. ഫിലിപ്പേട്ടായി പറയുമ്പോ കുറെ കാന്താരന്മാർക്കും കാന്താരിയൊക്കെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ചൊറിയുന്നുണ്ട്, നല്ലോണം ചൊറിയുന്നുണ്ട്. എന്തോന്നടേ, ഞാൻ ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മുടെ ജെന്യൂനായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അത്യാവശ്യം ബോധത്തോടെ വിവരത്തോടെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കാണ് ഫിലിപ്പേട്ടെ അങ്ങനെ ചെയ്യില്ല. ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ 16 വയസ്സായ കുട്ടീൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ അങ്ങോട്ടൊന്നും പറ്റുന്നില്ല. ഞാൻ എന്ത് ചോദിക്കാനാ? ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു, ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അതവിടെ അങ്ങ് പോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഫിലിപ്പ് എന്ന് പറയുന്നവൻ എത്രത്തോളം ചീഞ്ഞ നാറിയാണെന്ന് കൂടുതലായിട്ട് ഇനി ചകഞ്ഞങ്ങോട്ട് പോകാനായിട്ടില്ല. ഇവൻ ഇങ്ങനെ ഒരു നാറിയ പരിപാടി ചെയ്തെന്ന് അവൻ തന്നെ സമ്മതിച്ചു. എന്നിട്ടും നാട്ടുകാർക്ക് പറ്റുന്നില്ല. ഇല്ല, ഫിലിപ്പേട്ടെ അങ്ങനെ ചെയ്യില്ല, ഫിലിപ്പേട്ടെ പാവമാണ്, ഫിലിപ്പേട്ടയെ പോലെ ഒരു നല്ലവൻ ഈ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ കഴിപ്പണം കെട്ട സാധനങ്ങൾ. ഞാൻ അല്ലാണ്ട് എന്നാ പറയാനാ? ഇവന്റെ കുറച്ച് മോട്ടിവേഷൻ വെറും ഉടായ്പായിരുന്നെന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ വിവരദോഷികളുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലുള്ള ആൾക്കാരാണ്, അതായത് ഇവൻ ഇത്രയും വലിയ ചെറ്റയാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും വിശ്വസിക്കാതിരിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരാണ് ഇവന്റെയൊക്കെ വലകളിൽ വീഴുന്നത്. ഇത്തരം ഫ്രോഡുകളെ മനസ്സിലാക്കി തന്നിട്ടും മനസ്സിലാവാത്ത വിഡ്ഢികളായിട്ടുള്ള കുറെ എണ്ണം ആണ് ഇവന്റെയൊക്കെ വലകളിൽ വീഴുന്നത്. ഞാൻ വച്ച് താമസിപ്പിക്കുന്നില്ല. ഇവന്റെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഭാര്യയല്ല, എക്സ് വൈഫാ. 2024 ഡിവോഴ്സ് ആയി പോയ ചേച്ചിയാണ്. ഡോളി ഫിലിപ്പായിരുന്ന ആ ചേച്ചി ഇന്നറിയപ്പെടുന്നത് ഡോളി എസ് ജോസഫ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ ചേച്ചി വന്നിട്ട് വലിയ ഘോര അങ്ങ് സംസാരിക്കുന്നു. ന്യൂസിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഓഡിയൻസിലോട്ട് എത്തും, ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് എത്തും. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. എന്റെ ഫിലിപ്പേട്ടായി പാവരുന്ന് എന്ന് പറയുമ്പോ ഫിലിപ്പേട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സപ്പോർട്ട് പോകും. സത്യം പറഞ്ഞാൽ ഇവര് എക്സ് വൈഫാണ്. ഈ എക്സ് വൈഫിന് ഇപ്പോഴിവിടെ എന്താണ് കാര്യം? അതുപോലെ സായുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവര് ഫിലിപ്പിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇളിച്ചവണ്ട്. അങ്ങനെ ഉള്ള ഒരു പോസ്റ്റ് ഇട്ട ഇവര് ഇപ്പൊ വന്നിട്ട് നേരെ ഉൾട്ടയടിച്ച് എന്റെ ഫിലിപ്പേട്ടായിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്, വക്കീലിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് നല്ല ഡൗട്ടാ സത്യം. അങ്ങനെ നിന്ന് ഇവരെന്തിനിങ്ങനെ തിരിച്ചടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ടും ആ ഇന്റർവ്യൂവിൽ എവിടെയും എക്സ് വൈഫ് എന്നുള്ളൊരു കാര്യം പറയുന്നില്ല. ഈ ന്യൂസുകാർ വെളുപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു പോലാണ്ട് എനിക്ക് വേറെ രീതിയിൽ കണ്ടപ്പോൾ ഫീൽ ആയത്. സത്യമുള്ള കാര്യം പറയാമല്ലോ, നമുക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് പറയണമല്ലോ. കാരണം അവിടെ എക്സ് വൈഫ് എന്നോ ഒന്നും പരാമർശിക്കുന്നില്ല. ആ സ്ഥിതിക്ക് ഇത് വെറും ഒരു മേക്കിംഗ് സാധനമാണ്. അതായത് ഫിലിപ്പിനെ വെളുപ്പിക്കാനുള്ള ഒരു മേക്കിംഗ് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ മോള്, എന്റെ പൊന്നു മോളെ, തന്തയായാലും തന്തയായാലും തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ മടല് വെട്ടി അടിക്കണം, തീർക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ നാളെ എന്റെ തന്ത അമ്മാതിരി തെണ്ടിത്തനം കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്തയായാലും യാവനായാലും തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം. മോളൊരു കാര്യം ആലോചിക്കുക, മോളും ഒരു പെൺകുട്ടിയാണ്. ഒരു 16 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഈ നായിന്റെ അമ്മ കൊണ്ടുപോയിട്ട് പരിപാടി ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? മോളും ഒരു പെണ്ണല്ലേ. അതുകൊണ്ട് തന്തയായാലും തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കരുത്. തന്തയ്ക്ക് വേണ്ടിയിട്ട് പാലം പണിയാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങരുത്. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. എന്ത് അജണ്ടയുടെ പുറത്തായാലും ഇറങ്ങി തിരിച്ചത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എക്സ് വൈഫിന് ഇവിടെ എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല. എത്തിയിട്ടുണ്ട് രംഗത്ത് ഡോളി ചേച്ചി പഴയ ഡോളി ഫിലിപ്പായിരുന്നു, ഇപ്പൊ ഡോളി എസ് ജോസഫ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്തായാലും വച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂയിലോട്ട് പോവാം. ലഹരി വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് അമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ അങ്ങേരുടെ കുടുംബം കൂടെ ഇല്ല എന്നുള്ള രീതിയിലുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് 2024 ഡിവോഴ്സ് ആയി പോയ ചേച്ചിയാണ്. പിന്നെ ഇവർ ഒന്നിച്ചോ അതുപോലെ ആ കുട്ടിയെ കൊണ്ട് അവന്റെ വീട്ടിൽ താമസിപ്പിച്ച സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തായാലും വാ ചേച്ചി കറക്റ്റായിട്ട് പക്കയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ചേച്ചിയുടെ മാനസികാവസ്ഥ അങ്ങോട്ട് മനസ്സിലാവും, നല്ലോണം എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഓക്കെ, ഇവിടെ ഈ ന്യൂസ് റിപ്പോർട്ടർ അവരെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ എന്നാണ്.
അതായത് അദ്ദേഹത്തിന്റെ എക്സ് വൈഫാണ്, ഡിവോഴ്സ് ആയതാണ് 2024. പിന്നെ എങ്ങനെ ഭാര്യ എന്ന് പറയാൻ പറ്റും? അതെനിക്ക് മനസ്സിലായില്ല ചേട്ടാ. അതാ ചേട്ടാ അറിയാത്തതാണ്? ചേട്ടാ അറിഞ്ഞിട്ട് ഇനി മുക്കിയതാണോ? അതാ ചേട്ടാ അറിയാതെ വന്ന് നിൽക്കുന്നതാണ്? അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒന്നാം തരമാണ്. ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫിലിപ്പിന്. അയ്യോ ആണല്ലേ, അപ്പൊ അവന്മാരെല്ലാം പറഞ്ഞ കള്ളമാണല്ലേ, റിയാക്ഷൻ വീഡിയോ ചെയ്ത അവന്മാരെല്ലാം കള്ളമാണല്ലേ പറഞ്ഞത്. ഈ സെറ്റപ്പിലായി സാധനം. അത് ആക്കി തീർത്തതാണ്. അതായത് ഫിലിപ്പ് എന്ന് പറയുന്ന പരനാറിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയാണത്. എന്ത് കൊട്ടേഷനോ ഏറ്റെടുത്തിട്ടുള്ള ന്യൂസുകാരന്മാരടക്കം. അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അതെ, ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, കല്യാണം കഴിച്ച് അവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ചേച്ചി 2024 ഡിവോഴ്സ് ആയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസുകാർ കാണുന്ന സമയത്ത് ഇത് സംഭവം ഇങ്ങനെ പൊലിപ്പിച്ച് കയറ്റും. അവർക്ക് വ്യൂഷിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക്, സാധാരണക്കാരായ ജനങ്ങളിലേക്കും TV കാണുന്ന ആൾക്കാരിലേക്കും ഫിലിപ്പ് നല്ലവനാണെന്നുള്ള സാധനം പോകും. മനസ്സിലായ? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഒന്നാം തരം വെളുപ്പിയിട്ടെ, കൊള്ളാം, ഇഷ്ടപ്പെട്ട്, ഐ ലൈക്ക് ഇറ്റ്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് മാനസികമായിട്ട് ഞങ്ങള് വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അല്ല, ചേച്ചിയും മോളും മാനസികമായിട്ട് തളർന്നിരിക്കുന്നു, നിങ്ങളെ വീണ്ടും തളർത്തരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ അതിനാരാണ് ഇവിടെ തളർത്തിയത്? നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? നിങ്ങളെ ഈ സമൂഹത്തിലോട്ട് വലിച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് നിങ്ങളെ ആരെങ്കിലും തേജോവധം ചെയ്തോ? ഇല്ല. നമ്മളെല്ലാവരും വലിച്ചു കീറിയ ഫിലിപ്പ് എന്ന് പറയുന്ന നാറിയുടെ ക്യാരക്ടറിനാണ്, അവനാണ് വലിച്ചു കീറിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ പിടിക്കുന്നത്? അത് മാത്രമല്ല എക്സ് വൈഫാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഭർത്താവില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ അവിടെ വരും. അങ്ങനെ കുറെ സംശയങ്ങളുണ്ട് ചേച്ചി എന്താ പറയുന്നത്? നിങ്ങൾ ഈ വന്ന് കരഞ്ഞു കാണിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയതൊന്നും തോന്നിയിട്ടില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല. നിങ്ങളെ ആരും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെ ആരും ഐഡന്റിറ്റി പോലും നമ്മൾ ആരും പുറത്താക്കിയിട്ടില്ല. നമ്മൾ ആരും നിങ്ങളെ പറ്റി സംസാരിച്ചിട്ട് പോലും ഇല്ല. കുടുംബത്തിനെ പറ്റിയിട്ട് ഒരു വക വേണ്ടിയിട്ടില്ല. പോട്ട് പഴയ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചിട്ടുള്ളൂ. കാരണം പണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തിയില്ല. ഒരു മനുഷ്യൻ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി വലിച്ചു കയറിയെന്ന്. അതിന് നിങ്ങൾ ആരെന്തിന്? അല്ല, ബേസിക്കലി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെ എന്തിനാണ് നമ്മളിവിടെ കുറ്റം പറയേണ്ടത്? നിങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല. മനസ്സിലായ? ഇവിടെ നാറിയാണ് തന്തയില്ലായ്മ ചെയ്തിട്ടുള്ളത്, അവനെയാണ് വലിച്ചു കയറി ഒട്ടിച്ചിട്ടുള്ളത്. ആ മോള് ഒരു 16 വയസ്സായ കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കണം. ചേച്ചിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മോളടുത്ത്, ഫിലിപ്പിന്റെ മോളടുത്ത് എനിക്ക് അതാണ് പറയാനുള്ളത്. ആ മോളടുത്തൊന്ന് സംസാരിച്ച് നോക്കണം കേട്ടോ. അല്ലാത്ത അവസ്ഥയാണ്. നീ ഒരു പെൺകുട്ടിയല്ലേ, സ്വന്തം തന്തയായാലും തന്തയില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കില്ല. എനിക്ക് അത്ര പറയണമെന്ന് തോന്നി കേട്ടോ. അത് എന്തോ നിങ്ങളും നമ്മളിപ്പോ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. പപ്പയുടെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. ഓക്കെ, പപ്പയുടെ കൂടെ ഉണ്ട് എന്നാണ് മകളും പറയുന്നത്. എപ്പോഴും അപ്പനോട് മകൾക്കും മകനും ഒക്കെ സ്നേഹം ഉണ്ടാവുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഒന്ന് ആലോചിക്കുക, എൻ്റെ ഈ ഫിലിപ്പിന്റെ മോളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഒരു 16 വയസ്സായ ഒരു കുട്ടിയുടെ അവസ്ഥ, അതിനെ പറ്റിയിട്ട് മോളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മോൾക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നെങ്കിലാ തന്തയായാലും തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യില്ല കേട്ടാ. അതെനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെ നിങ്ങളെ കുടുംബത്തിനെ ഒന്ന് വലിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. പക്ഷെ നിങ്ങളൊക്കെ വന്നിട്ട് ഈ ഫിലിപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് എനിക്ക് യോജിപ്പേ ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ, സത്യം ഉള്ള കാര്യം പറയാം. അയ്യോ, അല്ലാണ്ട് ഞാൻ എന്നാ പറയാനാ? പ്രചാരണങ്ങള് പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തേ ഉള്ളൂ. ഇപ്പൊ ഓക്കെ, കോടതിയുടെ മുന്നിൽ അങ്ങോട്ട് തെളിയിച്ചാൽ മതി. മോളും അമ്മയൊക്കെ ആയിട്ട് കോടതിയുടെ മുന്നിൽ വക്കീലിനെ പിടിച്ചുകൊണ്ട് പോയി തെളിയിക്കും. നല്ലതാ, അത് തന്നെയാണ് നല്ല കാര്യം. അത് തന്നെ നടക്കട്ടെ. ശരി, ഓൾ ദി ബെസ്റ്റ്. അതിപ്പോ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വക്കീലാണ്ണം പറയട്ടെ. പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെ ഇല്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്റെ പൊന്നു ചേട്ടാ, ഡിവോഴ്സ് ആയി പോയ ഭാര്യ പിന്നെ കൂടെ ഇല്ലെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റായ പ്രചരണം? എന്താണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അഡ്വക്കേറ്റ് ചേട്ടാ? എന്തുവാ ചേട്ടാ ഇത്? ചേട്ടന് ഇതൊന്നും അറിഞ്ഞില്ല. അതാ ഇനി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് മറച്ചു വെച്ചാണ്. അതാ നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ?
അറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല. കാരണം നമുക്ക് ഈ കേസിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അവര് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടുംബം കുറെ എടുക്കും. ആണോ ഇവിടെ കൂടുതൽ മട്ടുണ്ടാ ഇருக்கு. പറയണോ തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇതിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നേട്ടാ, നമ്മള് ഈ ഡോക്ടറായാലും വക്കീലായാലും പോലീസായാലും മനുഷ്യനായ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം വേണം. എന്റെ പൊന്നേട്ടാ, ചേട്ടന് ഇതുപോലത്തെ ഒരു മോള്, ഒരു 10-16 വയസ്സായ മോള് അല്ലെങ്കിൽ ചേട്ടന്റെ സഹോദരിയോ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്തായിട്ട് ഇറങ്ങുമോ? എൻ്റെ ഒരു ചോദ്യമാണ് ഇത്. കുറച്ചൊക്കെ മനസാക്ഷി വേണം. ഒരു കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കേസിൽ നമുക്കൊരു മനസാക്ഷി കുത്ത് വേണം കേട്ടോ. അല്ലാണ്ട് എല്ലാം പൈസ മാത്രം ആകരുത്. എനിക്കതൊന്നും പറയണമെന്ന് തോന്നി. ഇതുപോലത്തെ ഒരു നാറിക്ക് വേണ്ടിയിട്ട് വക്കാലത്തും വാങ്ങി പൈസയും വാങ്ങി കേസ് വാദിക്കാൻ പോകുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും എത്തിക്സ് വേണം. ഇപ്പൊ നമ്മൾ ഒരാളെ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്, അവൻ എന്തെങ്കിലും ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഒരു ചെറിയൊരു കുറ്റം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ വാങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ വലിയ അപരാധമൊന്നുമല്ല, ചെറിയ എന്തെങ്കിലും കേസാണെങ്കിൽ നമ്മൾ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങുന്നത് അതിനേക്കാളും വലിയ തന്തയില്ലായ്മയെന്നേ ഞാൻ പറയുള്ളൂ. ഉള്ള കാര്യം പറയും. വക്കീലൊക്കെയാണ്, കുറച്ചൊക്കെ ഒരു എത്തിക്സ് വേണം ചേട്ടാ. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. വളരെ മോശമാണ്. ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടാ. അതൊക്കെ ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. സ്ഥിതി എങ്ങനെയാണെന്നറിയാം. കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിന്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കള് ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഓക്കെ, ബിസിനസ്സിന്റെ ആവശ്യമായിട്ട് പോവാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വരും എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ബിസിനസ്സിന്റെ ആവശ്യമായിട്ട് പോയിട്ട് എത്ര നാൾ അവിടെ നിൽക്കും? ഇവിടെ ഏട്ടായി എന്തൊക്കെ കാട്ടി കൂട്ടുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയാവോ? അത് മാത്രമല്ല 2024 ഡിവോഴ്സ് ആയെന്നും പറയുന്നുണ്ട്. പിന്നെ ചേച്ചി എവിടെയാണ് തിരിച്ചു വരുന്നത്? എനിക്കറിഞ്ഞൂടെ എന്ത് കഞ്ഞി പരിവാണെന്ന്. സത്യം മൊത്തത്തിൽ ചാണാമുഖ്യ അവസ്ഥയിലാണല്ലോ. എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരെ ഒരിക്കലും വെളുപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിക്കരുത്. എൻ്റെ ഒരു സ്പെഷ്യൽ അഡ്വൈസാണ്. ഈ ഫിലിപ്പ് എന്ന് പറയുന്ന എത്രത്തോളം നാറിയാണെന്ന് എക്സ്പോസ് ആയി. ഇനി അവനെയൊക്കെ വെളുപ്പിക്കാൻ നാണമില്ലേ എന്നേ ചോദിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയിട്ടും സായി പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തോ എല്ലാം ചീഞ്ഞു നാറുന്നുണ്ട് നല്ലോണം. പിന്നെ എല്ലാരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതെ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നം പോലെ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. ഞങ്ങൾ 2024 ഡിവോഴ്സ് ആയിപ്പോയി, ഇത്രേ ഉള്ളൂ. ഇതുപോലെയാണ് എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നം. എന്തോന്ന് ചേച്ചി ആളെ വഴിയാക്കണം. ഇത് നിങ്ങൾക്കറിയാം, മീഡിയയിൽ വരുന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലടക്കം ഈ ന്യൂസ് എത്തുമെന്ന്. എന്നാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് മാത്രമല്ലേ. അതും എത്രത്തോളം കാണാൻ കൂടി പോയി 5000 10,000 ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം ഇതുപോലെ ഇങ്ങനെ മുങ്ങിക്കിടക്കും. എന്നാൽ കള്ള അപരാധങ്ങളും ഇതുപോലെ പറന്ന് 10 ആളിലേക്ക് എത്തി വെളുക്കപ്പെടും. അത് തന്നെയാണ്, വെളുത്തുകൊണ്ടിരിക്കണം. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആഴ്ചതോറും നല്ല ഡിവോഴ്സ് ആയാലും ഇല്ല. ഞാൻ മാരീഡ് അല്ല, നീ മാരീഡ് ആയിട്ട് ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ഒന്നും അല്ല. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പറയണമെന്ന് തോന്നി. എന്തുവാ ഇത്, എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പോലെ നമ്മളെ വീട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ഡിവോഴ്സ് ആയിപ്പോയി. കുടുംബത്തിൽ പ്രശ്നമില്ല, കുടുംബം ഇല്ല, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ്, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. അതെ, കോടതി മുമ്പിലിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ കഴിയില്ല. പക്ഷെ കുടുംബം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അതല്ല എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനെ നോക്കി വെച്ചോട്ടെ, കുടുംബം അവരെ കൂടെ ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നുമില്ല എനിക്ക് പറയാം. എല്ലാവരും ഉണ്ടാവട്ടെ, വളരെ നല്ല കാര്യം. പ്രചാരണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അഭിഭാഷകനും വ്യക്തമാക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഓക്കെ, അപ്പൊ ന്യൂസ് KV ന്യൂസ് 18. എന്തായാലും നമുക്ക്
ഇനി വേറൊരു ചേട്ടനുണ്ട്, സെബാസ്റ്റ്യൻ വർക്കി എന്ന് പറയുന്ന ചേട്ടൻ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിലിപ്പ് മമ്പാട് ആൻഡ് ഡോളി കുടുംബം ഫിലിപ്പിനോപ്പമോ, നിങ്ങൾ അറിഞ്ഞ മാത്രമല്ല സത്യങ്ങൾ. 2024 ഡിവോഴ്സ് ആയ ഡോളി ജോസഫ് ആയത് എന്തിന്? കേട്ടല്ലോ, ഞാൻ പറയുന്നല്ല, നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ പറയുന്നതാണ്. സെബാസ്റ്റ്യൻ ചേട്ടാ, അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം അല്ലെ? സെബാസ്റ്റ്യൻ ചേട്ടാ ആരംഭിച്ചാട്ടെ. മറ്റു ചില സത്യങ്ങളാണ് ഞാൻ നേരിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഈ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായി ജയിലിലായതിനു ശേഷം പല വാർത്തകളും പല രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. രണ്ടാനമ്മ ആ പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാടിന്റെ വീട്ടിലെത്തിച്ചു എന്ന് പറയുന്നു. രണ്ടാനമ്മ തന്നെയാണോ എന്ന് പോലീസ് ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും. ഞാനത് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. അത് കൃത്യമായിട്ട് വിശ്വസിക്കാവുന്ന ആളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അത് പോലീസ് വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കുക. പിന്നെ ആ കുട്ടിക്ക് മാനസിക വൈകല്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പല കളികളുമുണ്ട്. നമ്മൾ ഏതാനും നാളുകൾ മുമ്പ് മറ്റൊരു വാർത്ത വന്നിരുന്നു. ആത്മീയതയുടെ മറവിൽ നടന്ന ഒരു തട്ടിപ്പ്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നതല്ല. പക്ഷേ ഇന്ന് ഈ നമ്മുടെ ഫിലിപ്പ് മമ്പാട് ജയിലിലായിട്ട് ഇപ്പൊ 3 ദിവസമായി. ഈ 3 ദിവസത്തിന് ശേഷം ഇപ്പൊ 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഈ 4 ദിവസത്തിനകം പല വാർത്തകളും വന്നതിന് പിന്നാലെ ഇന്ന് ഒരു വാർത്ത കൂടി ഒരു ചാനലിൽ കാണാനിടയായി. അത് ഇപ്രകാരമായിരുന്നു. ഞാനത് ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് നിങ്ങളെ. കാരണം അതിന്റെ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും. അത് സംശയം തോന്നണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളെ കാണിക്കുന്നത്. ലഹരിവിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ ഡോളി, മകൾ അലയ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം ഞാൻ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞത് ഇസ എന്ന ഡോളി ഭാര്യ എന്നാണ് പറഞ്ഞത്. അത് അവിടെ വലിയൊരു ചോദ്യം നിങ്ങൾ ഇട്ടോളൂ. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. കൂടെയുണ്ട് എന്നതിന്റെ ഒരു വലിയ സന്ദേശമാണ്. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് പച്ചക്കള്ളം നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ ഡോളി എന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൃത്യമായിട്ട് പോലീസിനെ അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇവർ വിവാഹിതരായത് 2002 അതിനുശേഷം 2020 ഓഗസ്റ്റ് മാസം മുതൽ ഇവർ സെപ്പറേറ്റഡ് ആണ്. അത് ഇതിനു മുമ്പുള്ള പല വീഡിയോകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മാസം മുതൽ ഇവർ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് 100% സത്യമാണ്. അത് ഒഫീഷ്യൽ രേഖകൾ പോലീസ് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. പിന്നെ ഇവര് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. വിവാഹമോചിതരായവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. ഇവർ വിവാഹമോചനം നേടിയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പോ ഇവർ വിവാഹമോചനം നേടിയത് 2024 സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സെപ്റ്റംബർ മാസത്തിൽ വിവാഹമോചനം നേടിയതിനു ശേഷം ഇപ്പോൾ ഇന്ന് ഇത്രയും കാലം കൂടെ ഇല്ലായിരുന്ന ഈ സ്ത്രീ ഇന്ന് വന്നിട്ട് പറയുന്നു അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന്. ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്റെ സിംഗിൾ ഒറ്റയൊരു ചോദ്യം ഇതാണ്, ഈ ഫിലിപ്പ് മമ്പാട് ഇപ്പോൾ ജയിലിലാണുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്? ബാക്കി കേൾക്കാം. കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും. ശരിയാണ് മോളെ, നിരപരാധിത്വം തെളിയിക്കണം. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. നിരപരാധിയാണ് എന്ന് പറയാൻ ഞാൻ ആളുമല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ ഈ സ്ത്രീ പറഞ്ഞു, ഈ ഡോളി എന്ന് പറയുന്ന ഇസ എന്ന പേരിലേക്ക് ഇപ്പം ആയിട്ടുള്ള ഈ ഡോളി പറയുന്നു ഇവർ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ചത് ഈ സ്ത്രീക്കും കൂടെ അറിവോടുകൂടി ആയിരുന്നില്ലേ, കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ? എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവർ പറയുന്നത് ഈ ഡോളി പറയുന്നത് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്ന്. ഒരുമിച്ച് ജീവിക്കുന്നു. ഈ ബാക്കി കൂടെ കേട്ടൂല. അടുത്ത കള്ളമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്കിപ്പോ പറയാനില്ല. കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അതൊരു പ്രശ്നങ്ങൾ പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോ ഇത് നമുക്ക് എന്ന് പറയുന്നത് കോടതിക്ക് മുമ്പിൽ തെളിയിക്കുക മാത്രം. ഈ ഫിലിപ്പിന്റെ ഡോളിയുടെ മോളാണ് ഇപ്പൊ പറഞ്ഞത്.
ആ മോള് പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ. സത്യം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന്. അപ്പോൾ ഇതിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കോടതികളാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം സത്യം ഇവർക്ക് ചില കാര്യങ്ങൾ അറിയാം. ഇതാണ് ഇതിന്റെ സത്യം. നമ്മളുടെ ഉത്തരവാദിത്തേ ഉള്ളൂ. ഇപ്പൊ അതിപ്പോ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് കേസിന്റെ നിലവിൽ? പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെ ഇല്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ വക്കീൽ പറയുന്നത് പച്ചക്കള്ളമാണ്, 100% പച്ചക്കള്ളമാണ്. കുടുംബം കൂടെ ഇല്ല എന്ന് ജനം പറയുന്നു. അതാണ് സത്യം. കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ഈ പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് കൃത്യമായിട്ട് എന്റെ അറിവിൽ കിട്ടിയത് ഈ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായതിനു ശേഷമാണ് ഈ സ്ത്രീ ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് അവിടെ ആയിരുന്നില്ല. എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പോലീസ് കണ്ടെത്തിയിട്ടോട്ടെ. ഒരു കാര്യം പറയാം, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വ്യക്തികളൊന്നും, അതായത് ഇപ്പൊ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ഫിലിപ്പ് മമ്പാടും ഈ പറയുന്ന സ്ത്രീയും കൂടി ചേർന്നുള്ള ഒരു വലിയ ഡ്രാമയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചതിയുടെ മധ്യയുടെ ലോകമാണിത്, നമുക്കറിയാം. ഞാനിങ്ങനെ പറയുമ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്താനുണ്ടാവും. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് ബാക്കികൾ കേട്ടുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഈ വക്കീൽ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ കേസിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തതും കുടുംബമാണ്. ഭാര്യയും മക്കളും ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഇവർക്ക് ഒരു കുട്ടി കൂടിയുണ്ട്. ഈ ഫിലിപ്പ് മമ്പാടിനും ഈ ഡോളിക്കും ഒരാൾ കൂടിയുണ്ട്. എന്റെ അറിവ് ശരിയെങ്കിൽ ഒരു മകൻ കൂടിയുണ്ട്. ആ മകന്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ആ മകൻ എന്തായാലും ഇപ്പോൾ ഇവരുടെ കൂടെ ഇല്ല എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ സപ്പോർട്ട് ഉണ്ടാവാം. ഇപ്പോ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ കുടുംബം പപ്പയ്ക്ക് ഒപ്പമാണ് എന്ന് പറഞ്ഞു. അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇതിൽ പെട്ടതുകൊണ്ട് അവരെ ജാമ്യത്തിൽ ഇറക്കണം. അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്യട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് ഏതവനായാലും ഞാനതേ പറയൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നാലെ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തി പറയുന്നത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അവര് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ സ്ഥിതി എങ്ങനെയാണ്? ശരിയാണ്, വക്കീൽ പറഞ്ഞത് 100% ശരിയാണ്. ഒരു പ്രതി റിമാൻഡിലായി കഴിഞ്ഞാൽ അയാളെ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാം. ഞാൻ അതിനൊരിക്കലും എതിര് പറയില്ല. കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ മെറിറ്റിലേക്ക് കടക്കണ്ട. പക്ഷേ വക്കീലിന്റെ പേര് ഞാൻ മറന്നുപോയി. വക്കീലെ, ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കരുത്. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. ഇത് കോടതികളിൽ പറയുന്ന കള്ളം പോലെയല്ല. ഇത് സമൂഹത്തിന് മുൻപിൽ നിങ്ങൾ ഈ പറയുന്ന കള്ളം. ഇത് വലിയ കളവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുമിച്ചാണ് ജീവിച്ചോണ്ടിരുന്നത് എന്നെല്ലാം പറയുന്നത് വലിയ കള്ളമാണ്. നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോടതിക്ക് മുമ്പിൽ നിങ്ങളുടെ കള്ള സത്യവാങ്മൂലമാണ് കൊടുക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിന്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കള് ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിലാരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്. അതിന്റെ കാര്യത്തിൽ ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലാ ഓക്കെ. ഇപ്പോ ആ സ്ത്രീ പറഞ്ഞത് ആ പുള്ളിക്കാരിക്ക് ബിസിനസ് ഉണ്ട്, ബിസിനസ്സിൽ പോകും, തിരിച്ചു വരും. ഇത് എപ്പോഴൊക്കെയാണ് അവിടേക്ക് തിരിച്ചു വന്നത് എന്നുകൂടി പോലീസ് ഒന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കുക. എന്തായാലും പോലീസിന് കുറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ ഇതുകൂടി ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും. ഒരു പക്ഷേ അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഈ കാര്യങ്ങൾ കളവാണ്. അപ്പൊ ചോദിക്കും, അവര് മറ്റൊരാളുടെ കൂടെ ബിസിനസ് ആയിരുന്നില്ലേ? അത് പോലീസ് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. എനിക്കറിയാവുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ വന്നത്. കാരണം എന്റെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് വേറെ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ട് കൂടിയാണ്. ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞത് പുള്ളിക്കാരി ഇടയ്ക്ക് പോകും വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ഡിവോഴ്സ് ആയ ഒരു ഭർത്താവ് അറിഞ്ഞുകൊണ്ട് വേറൊരു ബിസിനസ്സിന് പോകാനും ഒക്കെ ഈ ഭർത്താവ് അനുവദിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് എവിടെയെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? ഡിവോഴ്സ് ആയി പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെ. അവരിപ്പോൾ പറയുന്നത് പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ കേൾക്കുക. വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോ ചോദിക്കുന്നത് സ്ത്രീ പറഞ്ഞത് എല്ലാവരുടെയും കുടുംബങ്ങളിൽ, പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. അപൂർവം ചില കുടുംബങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടിയ വിഷയങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനത്തെ വിഷയങ്ങളില്ല. ഇപ്പൊ
ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ ഇത് കാര്യം. ഈ കേസ് ആസൂത്രിതമാണ് അങ്ങനെ പരാതി അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കോടതി മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ. അതെ, കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും സത്യം പറയാൻ പറ്റത്തില്ല. പല കള്ളങ്ങളും ഇവരിപ്പോ ആരുടെ കസ്റ്റഡിയിലാണോ ആരുടെ നിയന്ത്രണത്തിലാണോ അവർക്ക് വേണ്ടി പല കള്ളങ്ങളും പറയേണ്ടി വരുന്നു. ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം അതാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സെബാസ്റ്റ്യൻ ബെർഗ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിന് തക്കതായ കാരണമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഫിലിപ്പ് മമ്പാടോ, ഈ പറയുന്ന ഡോളി, ഇപ്പൊ പേര് മാറ്റി പറയുന്ന ഈ ഇസ എന്ന ഡോളിയോ എന്റെ ഒരു ബന്ധുവുമല്ല. പക്ഷെ ഈ ഡോളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡോളിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല, എനിക്ക് അന്ന് ഡോളിയെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ അത് ആ സ്ത്രീ ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാൻ ഇപ്പോ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കോടതിയെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞ കുടുംബം മൊത്തം അയാൾക്കൊപ്പം ഉണ്ടെന്ന്. ആ മകൻ എവിടെ എന്നൊരു ചോദ്യം പ്രസക്തമാണിപ്പോൾ. പോലീസ് അതുകൂടെ അന്വേഷിക്കുക. പിന്നെ ഈ സ്ത്രീ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ബിസിനസ് എന്താണെന്ന് ശരിക്കും പോലീസ് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിയുമ്പോൾ സമൂഹം അന്തം വിട്ടുപോകുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം ഇന്ന് സമൂഹത്തിൽ പുരുഷന്മാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സ്ത്രീ മറ്റൊരു പുരുഷന്റെ ജീവിതം കൂടി തകർത്തിട്ടല്ലേ ഇപ്പൊ ഈ ഡ്രാമ, ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ മകൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ പറഞ്ഞ വ്യാജ കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട്. പോക്സോ കേസുകളാണെങ്കിലും മറ്റുള്ള കേസുകൾ. അതുപോലെ തന്നെ ഇപ്പോ ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ചില തെളിവുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഈ സ്ത്രീയും ഒരുമിച്ചാണ് ജീവിച്ചിരിക്കുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീയും ആ മകളും ഒക്കെ ഇതിൽ പ്രതികളായി മാറണ്ടേ? അതവിടെ നിൽക്കട്ടെ. ഞാനിത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഈ സ്ത്രീ ബിസിനസ് എന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഫിലിപ്പിന്റെ അടുത്ത് പോയിട്ടുള്ളതെങ്കിൽ അത് സത്യമാണ് എന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. പിന്നെ അവർ എന്ത് ചെയ്താലും അതിനെ ബിസിനസ് എന്ന് പറയാമെങ്കിൽ എനിക്ക് അതിന് കുറ്റം പറയാനും പറ്റില്ല. ഒത്തിരി കള്ളത്തരങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒരു പക്ഷെ മിക്കവാറും ഈ സ്ത്രീയെ ഈ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായി എന്ന് അറിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആളുകൾ അവിടേക്ക് നിർബന്ധമായി വിളിപ്പിച്ചു. അതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ടാവാം. ഫിലിപ്പിന് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയുള്ള വരുമാനം ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം. ഡിവോഴ്സ് ആയിപ്പോയി, ഇനി അയാളുടെ ജീവിതം തകർന്നു, തിരിച്ചങ്ങോട്ട് ചെല്ലുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീയുടെ ജീവിതാവസ്ഥയേക്കാൾ നല്ലത് അതാണ് എന്ന് അവരെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടാവാം. ഈ സ്ത്രീയെ അറിയാവുന്ന ഒത്തിരി പേര് ഉണ്ട്. ഈ കഴിഞ്ഞ ഈ 3-4 വർഷത്തിനിടയ്ക്ക് അറിയാവുന്ന ധാരാളം പേരുണ്ട്. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരെ വഞ്ചിച്ച് പല രീതിയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടറിഞ്ഞത് വെച്ച് ഈ സ്ത്രീക്ക് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കുമ്പോൾ 25 ലക്ഷം രൂപ ഫിലിപ്പ് മമ്പാട് ഈ സ്ത്രീക്ക്, അതായത് ഫിലിപ്പിന്റെ ഭാര്യയായിരുന്ന സ്ത്രീക്ക് കോമ്പൻസേഷൻ കൊടുത്തു എന്നാണ് അറിഞ്ഞത്. മറ്റൊരിടത്ത് അറിയാൻ കഴിഞ്ഞത് 15 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോ ഞാനീ പറഞ്ഞു വരുന്നത്, ഇത്തരം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. പലരെയും ചതിച്ച് പലരുടെയും ജീവിതം തകർത്ത് അവര് അതിൽ നിന്ന് സുഖം തേടുന്നില്ലേ എന്ന് ചിന്തിക്കണം. ഇപ്പോ നോക്കൂ, ആ മകളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ ആ പെൺകുട്ടി പ്രായപൂർത്തിയായതാണ്. അതൊക്കെ പോലീസിന് എന്തായാലും കുറെ കാര്യങ്ങൾ അറിവുണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ ഈ വാർത്തകളിലോ കേട്ടതൊന്നും അല്ല സത്യം. ഇതിനപ്പുറത്തേക്ക് കുറെ സത്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ചാനലിൽ വന്ന ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വാർത്ത ഞാൻ കണ്ടതിന് പിന്നാലെയാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ അല്പം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. ഡോളി എന്നു മുതലാണ് ഇസ ആയത് എന്ന്.
ഇത്രയും കാലവും ഡോളിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇസയായത്? ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നെ പേര് മാറ്റേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ അവിടെ എന്തൊക്കെയോ വലിയ ചതികൾ ഗൂഢമായിട്ട് ആലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഒരുപക്ഷെ ഡോളി അല്ലെ ഡോളിയെ മറ്റാരെങ്കിലും പറഞ്ഞ് ചെയ്യിച്ചതാവാം. അതുകൊണ്ട് തന്നെയാണ് ചാനലിൽ അയാൾ പറഞ്ഞത്, ആ ഇന്റർവ്യൂ എടുത്ത ആള് ഇസ എന്ന ഡോളി. അപ്പോൾ ഇപ്പം നിലവിൽ ഡോളി അല്ല എന്ന് വ്യക്തം, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കണമല്ലോ അയാൾ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. 2024 ഡിവോഴ്സ് ആയ ഈ സ്ത്രീ പറയുന്നു, ഞാനിപ്പോൾ വേറെ ബിസിനസ് ചെയ്യുന്നത്, പോകുന്നുണ്ട്, വരുന്നുണ്ടെന്ന്. എവിടെ? വിദേശത്തായിരുന്നോ? വിദേശത്ത് ഇതിനിടയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പുള്ളിക്കാരി പറയുന്ന ബിസിനസ് വിദേശത്തല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അവർ ചെയ്യുന്നതിനെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ ആളുകൾ ചിന്തിച്ചോളൂ. പക്ഷെ ഇന്ന് ഈ കണ്ടത്, ഈ വീഡിയോയിൽ കണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലുകളിൽ കാണുന്നത്, ഇപ്പൊ ഈ കണ്ട വീഡിയോയുടെ പോലെ അവര് ഈ വക്കീലിന്റെ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ഇപ്പോഴുള്ള ആളുകളുടെ നിയന്ത്രണത്തിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ തന്നെ പറയുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ, ഫിലിപ്പ് മാന്യനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പോ ഈ ഫിലിപ്പ് അകത്തായതിനു ശേഷം വന്ന പല വാർത്തകളും, അതിനുശേഷം വന്ന ചില വോയിസ് കോളുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ടോട്ടലി ദർ ആർ മിസ്റ്റേക്സ്, എന്തൊക്കെയോ ചെയ്തു മാറുന്നുണ്ട്. അതുകൊണ്ട് ഫിലിപ്പ് മമ്പാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ അണ്ണൻ പറഞ്ഞത് കേട്ടല്ല, ഞാൻ ഇനി കൂടുതലായിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന നാറിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ എന്നെ തന്തയ്ക്ക് വിളിക്കുന്ന നാറികളെ പുച്ച എവിടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഉളുപ്പില്ലാത്തവന്മാര് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പൊ ഞാൻ വിളിച്ചല്ലോ, ഓ നീ മറ്റേ ബ്ലോഗർ അല്ലോടാ, നീ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ മുണ്ടോക്കി കാണിക്കുന്ന ടീമൊക്കെ തന്നെ അല്ല, നമ്മളെ രീതി എന്തൊന്നുമില്ല. അത് പോട്ട്. അപ്പൊ നമുക്ക് പറയേണ്ടത് പറയാതെ പോയി കഴിഞ്ഞാൽ സമാധാനം കാണത്തില്ല. നമ്മളെ ഡോളി ചേച്ചി എങ്ങനെ ആണ് എസ് ആ ജോസഫിലോട്ട് പോയത്? എന്തെല്ലോട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ വെളുപ്പിക്കാറങ്ങല്ലേ ഹസ്ബൻഡിനെ? അതുകൊണ്ട് പറയണമെന്ന് തോന്നി. എന്തോ പെട്ടെന്ന് വെളുപ്പിക്കാനായിട്ട് ചേച്ചി വരുന്നു. മോട്ടിവേഷൻ. എന്തായാലും നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ തെറി വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലുള്ളവന്മാരുള്ളത് കൊണ്ടാണ് പലതും വലിച്ചീറി പുറത്തെടുത്തിട്ട് എക്സ്പോസ് ആക്കുന്നത്. അതുകൊണ്ടുള്ള ചുരുക്കാണ് നമ്മളെടുത്ത് കാണിക്കുന്നത്. പൊതുവെ അത് പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.